കായലോട്ട് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് തെളിവില്ലെന്ന നിലപാടിൽ ആരോപണങ്ങൾ തള്ളി ആൺ സുഹൃത്ത് രംഗത്തു വന്നു. റഹീസ് പോലീസിന് മുന്നിലെത്തി മൊഴി നൽകി. 40-കാരിയായ റസീനയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും ആൺ സുഹൃത്ത് മൊഴി നൽകി. ഇൻസ്റ്റഗ്രാം വഴിയാണ് റസീനയെ പരിചയപ്പെട്ടതെന്നും ആൺ സുഹൃത്ത് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് ഇയാൾ പിണറായി പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ ഹാജരായത്. സദാചാര ഗുണ്ടായിസത്തിൽ മനം നൊന്താണ് റസീന ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് സദാചാര കൊലയ്ക്ക് തെളിവാണ്. അതിനിടെ ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പരിശോധിക്കും. യുവതിയുടെ ഡയറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ജീവിക്കാനാകാത്ത സാഹചര്യമാണ്. തന്റെ മരണവുമായി സുഹൃത്തിന് ബന്ധമില്ലെന്നും യുവാക്കൾ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നും കുറിപ്പിൽ ഉള്ളതായാണ് സൂചന. സംഭവത്തിൽ SDPI പ്രവർത്തകരായ VC മുബഷീർ, KA ഫൈസൽ, VK റഫ്നാസ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇവർക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് റസീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തു നിന്നും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള 3 പേരെ പിടികൂടിയത്. ഞായറാഴ്ച വൈകിട്ട് 3-ഓടെ കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സുഹൃത്തിനോട് സംസാരിച്ച് നിൽക്കുന്നത് അറസ്റ്റിലായവർ ഉൾപ്പെടെയുള്ള സംഘം ചോദ്യം ചെയ്തിരുന്നു. പണം ഞങ്ങൾ തരും. മയിൽ സ്വദേശിയാണ് റഹീസ്. യുവതിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്യുകയും സമീപത്തുള്ള മൈതാനത്തേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. 5 മണിക്കൂറോളം യുവാവിനെ തടഞ്ഞുവെച്ച സംഘം മൊബൈൽ ഫോണും ടാബും പിടിച്ചെടുത്ത് 8:30-ഓടെ SDPI ഓഫീസിലെത്തിച്ചു. റസീനയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി ഏറെ വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചതെന്നുമുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിനിടയിൽ റസീനയുടെ കുടുംബം ആൺ സുഹൃത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. റസീനയുടെ പണവും സ്വർണവും തട്ടിയെടുത്തത് ആൺ സുഹൃത്താണെന്നും അറസ്റ്റിലായവർ നിരപരാധികളാണെന്നുമാണ് മാതാവ് ഫാത്തിമ വെളിപ്പെടുത്തിയത്. കുടുംബത്തിന്റെ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷണം നടത്തുമെന്നും പോലീസ് അറിയിച്ചു. അറസ്റ്റിലായവർ നിരപരാധികളാണെന്നും പ്രശ്നക്കാരല്ലെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പറഞ്ഞിരുന്നു. യാതൊരു പ്രശ്നത്തിനും പോകാത്ത ചെറുപ്പക്കാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നും അവർ ആരോപിച്ചിരുന്നു. അതിനിടെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തലശ്ശേരി ASP B കിരണിന്റെ നേതൃത്വത്തിലാകും അന്വേഷണം. 3 SDPIക്കാർ റിമാൻഡിലാണ്. ആത്മഹത്യാക്കുറിപ്പടക്കം ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P നിധിൻ രാജ് പറഞ്ഞു. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത്. അറസ്റ്റിലായവരിൽ നിന്ന് യുവാവിന്റെ ഫോണും ടാബും കണ്ടെടുത്തു. സംഭവം നടക്കുമ്പോൾ അവിടെ എത്തിയതായി സംശയിക്കുന്നവരെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ തെളിവ് ലഭിച്ചിട്ടുണ്ട്. SDPI ഓഫീസിൽ യുവാവിനെയും ബന്ധുക്കളെയും വിളിച്ചുവരുത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇയാളുടെ മൊഴി എടുക്കുന്നതോടെ കൂടുതൽ വ്യക്തതയുണ്ടാകും. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.